നമസ്കാരം. മാധവിക്കുട്ടി മലയാളികൾ ഒരു നല്ല വിഭാഗത്തിന് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയായിരുന്നു. എന്നും വിവാദങ്ങളുടെ ഒരു സഹയാത്രികയായിരുന്നു. ഒടുവിൽ അവരുടെ ജീവിത സായാഹ്നത്തിൽ മതം മാറ്റം സംബന്ധിച്ച് വലിയ വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ലീലാ മേനോനെ പോലുള്ളവരുടെ വാക്കുകൾ കടമെടുത്താൽ അവസാന കാലങ്ങളിൽ ഈ ഒരു മതം മാറ്റം പ്രണയം എന്ന് നടിച്ച് അബ്ദുൾ സമദ് സമദാനിയെ പോലുള്ള, ഇത് പറയുന്ന ഞാനല്ല, AP അഹമ്മദിനെ പോലുള്ളവർ വ്യക്തികളാണ്, മാത്ര പ്രസക്തരായിട്ടുള്ള പൊതുകാര്യങ്ങളിൽ പൊതുമണ്ഡലങ്ങളിൽ എന്നെക്കാളും കൂടുതൽ പ്രസക്തിയുള്ള ആളുകൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അബ്ദുൾ സമദ് സമദാനിയാണ് മാധവിക്കുട്ടിയെ മതം മാറ്റുവാൻ മുൻകൈയെടുത്ത് അവരെ പ്രണയം നടിച്ച് ചതിച്ചത് എന്ന് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ MP. അത്തരത്തിലുള്ളൊരു പ്രണയക്കുടുക്കിൽപ്പെട്ട് ഒടുവിൽ ചതിക്കപ്പെട്ട് മാറിയ മതത്തിൽ നിന്ന് തിരികെ വരുവാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച് അവരെന്നും ആരാധിച്ചിരുന്ന പ്രണയിച്ചിരുന്ന അവരുടെ ഉണ്ണിക്കണ്ണനെ മാറോട് പുണരുവാനായി ആഗ്രഹിച്ച്, എന്നാൽ ജിഹാദികളുടെ ഭീഷണി കാരണം അതിന് സാധിക്കാതെ പോയ കമലാ സുരയ്യ അഥവാ മാധവിക്കുട്ടി എന്ന വ്യക്തിത്വത്തെ ഇന്ന് ഓർക്കുവാൻ കാരണം ഒരു പോസ്റ്റ് ഈ അടുത്ത ദിവസത്തിൽ കാണുവാനിടയായി. സംഗതി മറ്റൊന്നുമല്ല, കൊല്ലം ജില്ലയിൽ മാധവിക്കുട്ടിയുടെ അല്ല, കമലാ സുരയ്യയുടെ പേരിൽ ഒരു മസ്ജിദ് ഉയർന്നു വരുന്നു. അപ്പോൾ ആ മസ്ജിദിൻ്റെ പേര് കമലാ സുരയ്യ മസ്ജിദ്, ലത്തീഫിയ ഹിഫ്സുൽ ഖുറാൻ കോളേജ്. അത് നടത്തിക്കൊണ്ട് പോകുന്ന സംഘടനയുടെ പേര് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. ഈ സംഘടനയുടെ പേരെന്ത് തന്നെയോ ആയിക്കോട്ടെ, കമലാ സുരയ്യ മസ്ജിദ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിപ്പത്തിൽ ആ ബോർഡിൽ കൊടുത്തിരിക്കുന്ന. ആ ചിത്രം ഞാൻ വീഡിയോയ്ക്കൊപ്പം ചേർക്കാം, പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കൂ. ഈ മസ്ജിദിൻ്റെ പ്രസക്തി എന്താണ്? കമലാ സുരയ്യ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആർക്ക്? ജിഹാദികൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ജിഹാദികൾക്ക് കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പിടിച്ചടക്കലായിരുന്നു ഗനീമത്തെന്ന് പറയും. യുദ്ധത്തിൽ പിടിച്ചടക്കുന്ന സ്വത്തുക്കൾക്കെല്ലാം അവർ ഈ ജിഹാദികൾ ഗനീമത്തെന്നാണ് പറയുക. അവർക്ക് യുദ്ധാർജിത സമ്പത്ത്. അതിൽ തന്നെ അവരുടെ വലം കൈ അടിമപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ അടിമകളെന്നാണ് അവർ പറയുക. കമലാ സുരയ്യ അവരെ സംബന്ധിച്ചൊരു അടിമ മാത്രമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ മസ്ജിദ്. കമലാ സുരയ്യയ്ക്ക് എന്തായിരുന്നു പ്രസക്തി? കേരളത്തിൽ പ്രസിദ്ധയായ, കേരളത്തിന് പുറത്തും തന്നെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കമലാ സുരയ്യയുടെ യഥാർത്ഥ നാമമായ മാധവിക്കുട്ടി എന്ന നാമം, അല്ലെങ്കിൽ തൂലികാ നാമമായ മാധവിക്കുട്ടി എന്ന നാമം പരിചിതമാണ് എന്നിരിക്കെ ജിഹാദികളുടെ ഒരു സ്ഥിരം പ്രവർത്തന രീതി അവർ അവരുടെ കാര്യത്തിലും ശ്രമിച്ചു നോക്കി വിജയിച്ചു. എന്താണ് ഈ പ്രവർത്തന രീതി എന്ന് ചോദിച്ചാൽ, പ്രസിദ്ധമായൊരു അമ്പലം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഒരു മസ്ജിദ് ഉയർത്തു വരിക, അതിൻ്റെ തണൽ, അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തണൽ വാവർ ക്ഷേത്രം പച്ച പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ തിരുവനന്തപുരം കുമാരപുരത്ത് ഉള്ള പ്രസിദ്ധമായ ഒരു ചെറിയ ക്ഷേത്രമാണെങ്കിലും ഗണപതി ക്ഷേത്രത്തിനരികെ ഒരു മസ്ജിദ് സ്ഥാപിക്കുവാൻ ഒരു SDPIക്കാരൻ ശ്രമിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പേരുകളിലുമെല്ലാം തങ്ങളുടെ ഒരു സാന്നിധ്യം ആ സാന്നിധ്യം ഉറപ്പിച്ചതിന് ശേഷം തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടുക എന്നുള്ള ഒരു പ്രവർത്തന രീതി മനുഷ്യരുടെ കാര്യത്തിലും അവർ ചെയ്യാറുണ്ട്. പ്രസിദ്ധരെ ഇപ്പോൾ ബ്രേക്കിംഗ് ബാഡിൽ അഭിനയിച്ച എസ്പെസിറ്റോ എന്ന നടൻ ഇസ്ലാം സ്വീകരിച്ചു. കൃത്യമായിട്ട് ഇവർ ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലിയെ മതപരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ മുസ്ലിം ബ്രദർഹുഡ് നേരിട്ടാണ് രംഗത്തിറങ്ങിയത്. മൈക്ക് ടൈസനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പോൾ അദ്ദേഹം ഇസ്ലാം വിട്ടു എന്ന് പറയുന്നില്ലെങ്കിൽ പോലും പ്രൈസ് ബി ടു അള്ളാഹ് പറയാറില്ല, പക്ഷേ അദ്ദേഹം ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തെ അവർ മതപരിവർത്തനം ചെയ്തത്. ഇത്തരത്തിലുള്ള പ്രൈസ് ക്യാച്ചുകളുണ്ടല്ലോ, അവർക്ക് വളരെ വിലപ്പെട്ട ചൂണ്ടയിട്ട് പിടുത്തങ്ങൾ, വിലപ്പെട്ട മീനുകളെ വലയിലാക്കുന്നത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെയാണ് അവർ മതം വളർത്തുന്നത്. കാരണം അടിസ്ഥാനപരമായിട്ട് അവരുടെ ഈ പണ്ഡിതന്മാർ പറയുന്ന മതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വങ്ങൾ പ്രചരിപ്പിച്ചാൽ അവർ പരിഹാസ്യരാവുകയേ ഉള്ളൂ എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. പിന്നെ അവരുടെ മുൻപിലുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഇക്കാര്യത്തിലേക്ക്, ഈ മതത്തിലേക്ക് ആളുകളെ ആകർഷിക്കുവാനായി പ്രശസ്തരെ ആ മതത്തിലേക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുവരിക. സംവിധായകനായ പ്രസിദ്ധനായ ശ്രീ വിജി തമ്പിയാണ് ആ ഒരു ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനുള്ള സംവിധാനങ്ങൾ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്നില്ല. കാരണം കേരളത്തിലെ ഭരണം അത്തരത്തിലൊരു അന്വേഷണത്തെ അനുകൂലിക്കുന്നൊരു ഭരണമല്ല. അത് ഇടതായാലും വലതായാലും. ഇപ്പോൾ വലതെന്ന് ഞാൻ ഉദ്ദേശിച്ച UDFനെയാണ്, യഥാർത്ഥ വലതുപക്ഷത്തിനെ അല്ല. യഥാർത്ഥ വലതുപക്ഷം BJP ആണ്.
ഇനി കമലാ സുരയ്യയിലേക്ക് തിരികെ വന്നാൽ, കമലാ സുരയ്യയെ അവർ കെണിയിൽപ്പെടുത്തി മതം മാറ്റി അതിൻ്റെ പ്രശസ്തിയും എല്ലാം ഇസ്ലാം നേടിയെടുത്തു. ഇസ്ലാമിൻ്റെ സുപ്പീരിയോറിറ്റി, ഔന്നത്യം അല്ലെങ്കിൽ മേൽക്കോയ്മ അവർ കമലാ സുരയ്യയിൽ സ്ഥാപിക്കാവുന്നത്രയും സ്ഥാപിച്ചു, അല്ലെങ്കിൽ കമലാ സുരയ്യയിലൂടെ സ്ഥാപിക്കാവുന്നത്രയും സ്ഥാപിച്ചു. ഇനിയുള്ളത് ആ മേൽക്കോയ്മയുടെ വിപണനമാണ്. ആ മേൽക്കോയ്മയുടെ വിപണനത്തിൻ്റെ തുടക്കമാണ് ഈ മസ്ജിദ്. അവിടെ ഭണ്ഡാരപ്പെട്ടിയിൽ ഇനി നാണയങ്ങൾ വീഴും. ഉസ്താദുമാർ വലിയ മസ്ജിദാക്കി അതിനെ വളർത്തിയെടുക്കും. അവിടെ ചരിത്രം പഠിപ്പിക്കും. കമലാ സുരയ്യയെ കൊണ്ട് തന്നെ ഈ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ പൂർണ്ണമായിട്ടുള്ള പിടിയിലായെന്ന് ഞാൻ പറയുന്ന പൂനെയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ആയുധധാരികളായി, അതും യന്ത്രത്തോക്കുകളൊക്കെ കയ്യിൽ കൊണ്ട് നടക്കുന്ന കാവൽക്കാർ അവർക്കുണ്ടായിരുന്നു. അവരെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷിക്കുവാനല്ല, അവർ പുറത്തേക്ക് ചാടിപ്പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള കാവൽക്കാർ. അത്തരത്തിലുള്ള കാവൽക്കാരുടെ പിടിയിൽപ്പെട്ടതിന് ശേഷം നിരവധി വീഡിയോകൾ അവരെ കൊണ്ട് തുടരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ചില സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ഇസ്ലാമിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും. ഒരു കാര്യം അവരുടെ ആ പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ അറിയാം, മതത്തിനെക്കുറിച്ച് അടിസ്ഥാനമായിട്ടുള്ള യാതൊരു ബോധ്യവും അവർക്കില്ല. അറബി അറിയില്ല. മലയാളത്തിലാണെങ്കിൽ പോലും ആ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങളെയോ, ഒന്നല്ല നിരവധി ഹദീസുകളും ഒക്കെയായി നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് ഖുർആന്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും പഠിക്കാതെ ആരോ പറഞ്ഞു കൊടുത്തത് അത് കാണാതെ പഠിച്ച ഒരു തത്തമ്മയെ പോലെ ഉരുവിടുകയാണ് അവരെന്നുള്ളത് ആ വീഡിയോകൾ കണ്ടാൽ തന്നെ അറിയാം. ലീലാ മേനോനെ പോലുള്ളവർ പറഞ്ഞത് പർദ്ദ ഉരിഞ്ഞു കളഞ്ഞ് ഒരു സാധാരണ സ്ത്രീയായി പഴയ വസ്ത്രധാരണ, നിറപ്പകിട്ടുള്ള വസ്ത്രധാരണത്തോടുകൂടി പൂനെയിൽ ഒരു ദിവസം അവർ സ്വതന്ത്രയായി നടന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിന് ഭീഷണിയുണ്ടായി. തിരികെ അവർ പർദ്ദയ്ക്കുള്ളിലായി. മരണസമയത്ത് പോലും കൃഷ്ണനിലേക്ക് തിരികെ എത്തുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പാളയത്ത് ഒരു പള്ളിയിലൊരു കുഴിമാടത്തിലേക്ക്, മണ്ണിനടിയിലേക്ക് പോകുവാനായിരുന്നു അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ വിധി. പക്ഷേ ആത്മാവ് തീർച്ചയായും കൃഷ്ണനൊപ്പം തന്നെ ലയിച്ചിട്ടുണ്ടാകും, കൃഷ്ണപാദങ്ങളിൽ തന്നെ ലയിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഭൗതികമായ ലോകത്ത് കമലാ സുരയ്യ ഇന്നും ഒരു വിൽപ്പന ചരക്കായി തന്നെ തുടരുന്നു എന്നുള്ളതിൻ്റെ അവസാന ഉദാഹരണമല്ല, ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഈ കമലാ സുരയ്യ മസ്ജിദ്. പ്രേക്ഷകരുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. നന്ദി. വീണ്ടും കാണാം. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.